അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രാൻസ്ഫർ കോൺഫിഗറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമുക്കവിടെ ആ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളോട് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ട്രാൻസ്ഫറിന്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആംപ്ലിഫിക്കേഷൻ എന്ന പ്രോസസ്. ആപ്ലിക്കേഷൻ എന്നത് എന്താണ്? ട്രാൻസ്ഫറിന്റെ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആസ് ആൻ ആംപ്ലിഫയർ. ഇതാണ് ഒരു ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും മേജർ പർപ്പസ് എന്ന്. ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ കേട്ടോ. അപ്പോൾ അതായത് ഒരു ട്രാൻസ്ഡ്യൂസ് നമുക്ക് എന്ത് ചെയ്യും? വീക്ക് സിഗ്നൽസിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു വീക്ക് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളൊരു വീക്ക് സിഗ്നൽ. ഓക്കെ, ഇതൊരു വീക്ക് സിഗ്നൽ ആണ്. അപ്പോൾ നമ്മളൊരു ആംപ്ലിഫയറിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ഈ വീക്ക് സിഗ്നൽ എന്താവും? അവിടെ അതിന്റെ സൈസ്, അതായത് അതിന്റെ ആ ഒരു ഫേസിലോ മറ്റൊന്നിലും ചേഞ്ച് വരാതെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യും? അവിടെ ആംപ്ലിറ്റ്യൂഡ് മാത്രം എന്ത് ചെയ്യും? അവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് എന്ത്? ആംപ്ലിഫയർ എന്ന് പറയുന്ന സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം നമ്മൾ നോർമലി നമ്മളിപ്പോൾ കോളേജസിൽ നമ്മൾ അസംബ്ലി നടക്കുന്ന സമയത്ത്, പ്രോഗ്രാം നടക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവിടെ നമ്മളൊരു മൈക്കും സ്പീക്കറൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് സംസാരിക്കുന്നത് എന്ത് ചെയ്യും? ആ മൈക്കിൽ കൂടി അവിടെ സ്പീക്കർ എന്ത് ചെയ്യും? നല്ല വലിയൊരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ആംപ്ലിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആയാലും അതുപോലെ തന്നെ ഏതൊരു സിസ്റ്റം നോക്കിയാലും ഇലക്ട്രോണിക്സിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഒരു വി ആർ യൂസിങ് ദ ആംപ്ലിഫിക്കേഷൻ, അല്ലെങ്കിൽ ആംപ്ലിഫയർ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് പർപ്പസിന് വേണ്ടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള വീക്ക് സിഗ്നൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആംപ്ലിഫയേഴ്സ് നമ്മളിവിടെ കണക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെൻസറുകളിലൊക്കെ നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യും. എന്തിനാണ് സെൻസറിൽ യൂസ് ചെയ്യുന്നത്? സെൻസറിൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെൻസറിൽ വരുന്ന ഡാറ്റാസ് എല്ലാം വീക്ക് സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനവിടെ ആംപ്ലിഫൈ ചെയ്ത രീതിയിൽ ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ആംപ്ലിഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? അവിടെ നമ്മൾ വി ആർ യൂസിങ് സെവറൽ ആംപ്ലിഫയർ സ്റ്റേജസ്. സെവറൽ ആംപ്ലിഫയർ സ്റ്റേജസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്കൊരു ആംപ്ലിഫയറിനെ കുറിച്ച് അതിൽ ഡിസ്കസ് ചെയ്യേണ്ട വരുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് സ്ട്രെങ്തനിങ് ഓഫ് വീക്കർ സിഗ്നൽ ടു എ സ്ട്രോങ്ങർ സിഗ്നൽ ഈസ് കോൾഡ് ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, എന്താണ്? ദ പ്രോസസ് ഓഫ് സ്ട്രെങ്തനിങ് ഓഫ് സ്ട്രെങ്തനിങ് വീക്ക് സിഗ്നൽ. ഓക്കെ, വീക്ക് സിഗ്നലിനെ എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യുക. ഓക്കെ, വീക്ക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് എസ് ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സിഇ കോൺഫിഗറേഷനിൽ, ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ആംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടുന്ന ഏത് കോൺഫിഗറേഷനിലാണ്? സിഇ കോൺഫിഗറേഷനിൽ. അപ്പോൾ സിഇ കോൺഫിഗറേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ഒരു ആംപ്ലിഫയർ നമുക്ക് അവിടെ നിർമ്മിക്കാൻ പറ്റും. പക്ഷെ അവിടെ അതൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, നമ്മൾ പ്രോപ്പർലി ബയാസിങ് ചെയ്യണം. ഓക്കെ, എന്താണ്? പ്രോപ്പർലി ബയാസിങ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്ത് ചെയ്യണം? പ്രോപ്പർലി ബയാസ്ഡ്. പ്രോപ്പർലി ബയാസ്ഡ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല രീതിയിൽ ഒരു ആംപ്ലിഫയറിനെ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? വാട്ട് ഈസ് ആൻ ആംപ്ലിഫയർ? വാട്ട് യു മീൻ ബൈ ആൻ ആംപ്ലിഫയർ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ദ ആംപ്ലിഫയർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ആംപ്ലിഫൈസ് എ വീക്കർ സിഗ്നൽ. ഓക്കെ, ഒരു വീക്കർ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക്സ് കമ്പോണന്റ് അല്ലെങ്കിൽ ഡിവൈസിനെ പറയുന്ന പേരാണ് എന്തെന്ന്? ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു ഗ്രാഫ് നമ്മൾ നോക്കിയ സമയത്ത് നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ തന്നെ ഇത് നമ്മളൊരു ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഒരു ട്രാൻസ്ഫർ ക്യാരക്ടർ നമ്മൾ ഇത് വരച്ചു. ഓക്കെ, അപ്പോൾ അത് വരച്ച് നമ്മൾ ഓരോ റീജിയൻസ് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതെന്തായിരുന്നു? കട്ട് ഓഫ് റീജിയൻ ആയിരുന്നു. ഓക്കെ, ഈ റീജിയൻ എന്താണ്? കട്ട് ഓഫ് റീജിയൻ ആണ്. ഈ റീജിയൻ എന്താണ്? ഇതിവിടെ ആക്റ്റീവ് റീജിയൻ ആണ്. ഓക്കെ, ആക്റ്റീവ് റീജിയൻ ആണ്. ഇത് സാച്ചുറേഷൻ റീജിയൻ ആണ്. ഓക്കെ, സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ 3 റീജിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഈ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് തോന്നുന്നു, കട്ട് ഓഫ് റീജിയൻ സ്വിച്ച് ആയിട്ടും സാച്ചുറേഷൻ റീജിയൻ എന്ത് ചെയ്യും? സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ എവിടെ വർക്ക് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി വർക്ക്ഡ് ഓൺ ആൻ ആക്റ്റീവ് റീജിയൻ. ഓക്കെ, ഒരു ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്താലേ നല്ല രീതിയിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു സ്വിച്ച് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് റീജിയനിൽ എന്ത് ചെയ്യുന്നു? അവിടെ വർക്ക് ചെയ്യുന്നു. നല്ല രീതിയിൽ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഇത് ട്രാൻസ്ഫർ ക്യാരക്ടർ ആക്റ്റീവ് റീജിയൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു പാർട്ടിൽ നമുക്കിവിടെ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജസ് എന്തായിരിക്കണം? അവിടെ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കും. റേഷ്യോ എന്ന് വെച്ചാൽ AV എന്ന് പറയുന്നൊരു റേഷ്യോ ആണ്. AV എന്ന് വെച്ചാൽ എന്താണ്? ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ്. അതായത് എത്രത്തോളം ഇതിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് എന്ത് പറയുന്നത്? ഈ ഒരു AV എന്ന് പറയുന്ന ആ ഒരു ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ AV മീൻസ് എന്താണ്? എത്രത്തോളം ഇതിനവിടെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും.
നമ്മൾ സാധാരണ ഈ ഗെയിൻ അല്ലെങ്കിൽ എഫിഷ്യൻസി ഈ ടേം ഒക്കെ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ഔട്ട്പുട്ടിനെ ഇൻപുട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ സാധാരണ ബൈക്കിന്റെ മൈലേജ് പറയുന്നുണ്ട്, വണ്ടികളുടെ മൈലേജ് നമ്മൾ പറയും. അതായത് ഇത്ര ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്ര കിലോമീറ്റർ പോകാൻ പറ്റും. അത് നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നു. ഇപ്പോൾ 2 ലിറ്റർ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര കിലോമീറ്റർ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് ആണെങ്കിലും 3 അവേഴ്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 120 കിലോമീറ്റർ പോകാൻ പറ്റും. ഓക്കെ, ആ ഒരു മീനിങ് നമ്മൾ അതായത് എന്ത് ചെയ്യും, നമ്മളവിടെ കമ്പയർ ചെയ്യും, നമ്മൾ അതിന്റെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് സെക്ഷനുമായിട്ട് വെച്ച് നമ്മളവിടെ കമ്പയർ ചെയ്യണം. അപ്പൊ ഇവിടെയും ഈ ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്, ഈ ഔട്ട്പുട്ട് ടു ഇൻപുട്ട് എന്ന ആ ഒരു റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഗെയിൻ എ വി ഈസ് ഈക്വൽ ടു എന്ത് പറയാം, ഗെയിൻ എ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി സീറോ ഡിവൈഡ് ബൈ ഡെൽറ്റ വി ഐ. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വി ഐ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വോൾട്ടേജ് അതിന് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുവാണ്, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു റേഷ്യോ കിട്ടും. ഓക്കെ, ഒരു റേഷ്യോ നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്, ഗെയിൻ എന്ന് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഗെയിൻ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഒരു വോൾട്ടേജ് ഗെയിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഓക്കെ, വോൾട്ടേജ് ഗെയിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ആ ഒരു സി കോൺഫിഗറേഷനിൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് സി കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വാല്യൂ വി സീറോ വിച്ച് ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി ആണ്. വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി എന്ത് ചെയ്ത് ഔട്ട്പുട്ടിന്റെ വാല്യൂ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളൊരു ഡെൽറ്റ കൊടുത്താൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു വേരിയേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡെൽറ്റ സൈൻ കൊടുക്കുകയാണ്, അതായത് വേരിയേഷൻ. അപ്പോൾ ഈ വി സി സി എന്തായാലും മാറത്തില്ല. ഓക്കെ, എന്ത് ചെയ്യത്തില്ല, ബി സി സിക്ക് ഒരു ചേഞ്ചും ഇല്ല, ടൈമിനനുസരിച്ച് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഡെൽറ്റ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഡെൽറ്റ വി സീറോ എന്ന് എഴുതാം, ഔട്ട്പുട്ടിനുണ്ടാകുന്ന ചേഞ്ച്. പക്ഷെ ഡെൽറ്റ വി സി സി കൊടുക്കാൻ പറ്റില്ല, കാരണം കോൺസ്റ്റന്റ് ഇതൊരു ഡെറിവേറ്റീവ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് അവിടെ എന്താണ്, സീറോ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ വി സി സി കൊടുത്തെങ്കിൽ അത് എന്ത് കിട്ടും, സീറോ എന്ന് കിട്ടും. മൈനസ് ഈ ഐ സി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മാറുന്നുണ്ട്, ആർ സി മാറത്തില്ല, ബട്ട് ഐ സി അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. സോ ഐ സി ഇൻറ്റു ആർ സി ഞാൻ എന്ത് ചെയ്തു, അവിടെ എഴുതി, ഡെൽറ്റ ഐ സി ഇൻറ്റു ആർ സി. ഓക്കെ, ഇനി നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ എടുക്കുകയാണ്. ഇത് ഏത് സർക്യൂട്ട് എന്ന് മനസ്സിലായോ, നമ്മുടെ ആ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് കേട്ടോ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ ഇതിൽ കോമൺ എമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ എമിറ്റർ റീജിയൻ, ഇൻപുട്ട് സെക്ഷൻ ഇവിടെ വരും. ഓക്കെ, നമ്മുടെ ഒരു വി ബി ബി എന്ന് പറയുന്ന ഒരു ബേസ്. ഓക്കെ, ബേസിൽ നമ്മൾ ഐ ബി എന്ന് വെച്ചാൽ കാരണം ഇതൊരു ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ വി ബി ഇ എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് ഇവിടെ വരുന്നത്, വി ബി ഇ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻപുട്ട് സെക്ഷനും മറ്റൊരു ഇവിടെ വരുന്ന എന്തായിരിക്കും, ഔട്ട്പുട്ട് സെക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് സെക്ഷന്റെ വോൾട്ടേജ് എഴുതാം. ഇൻപുട്ട് സെക്ഷൻ വോൾട്ടേജ് എന്താണ്, ഇവിടെ നമ്മൾ വി സീറോ ഔട്ട്പുട്ട് ഇല്ല, അതുപോലെ ഇൻപുട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് വി ഐ വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, ഐ ബി ഇൻറ്റു ആർ ബി. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഐ ബി ഇൻറ്റു ഇതൊരു പോകുന്ന കറണ്ട് എത്രയാണ്, ഐ ബി എന്നുള്ള കറണ്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് വി ബി ഇ. ഓക്കെ, അതാണ് ടോട്ടൽ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വി ഐ ഇസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു ആർ ബി, ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് വി ബി ഇ. ഓക്കെ, പ്ലസ് വി ബി. അപ്പോൾ ഇതിനൊരു ചേഞ്ച് കൊടുക്കാമല്ലോ, ചേഞ്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ചേഞ്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ഐ വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബി. അവിടെ ഇൻപുട്ട് മാറുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ആ കറണ്ടിന് വേരിയേഷൻ വരാം. ഓക്കെ, കറണ്ട് വേരിയേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ഡെൽറ്റ വി ബിക്കും എന്ത് ചെയ്യാം, അവിടെ വേരിയേഷൻസ് വരും. ഓക്കെ, വി ബിനും വേരിയേഷൻ വരും. സോ അതിൽ നമുക്കൊരു കാര്യം പറയാനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡെൽറ്റ വി ബി ഇല്ലേ, ഓക്കെ, ആ ഒരു ചേഞ്ച് വളരെ മൈന്യൂട്ടാണ്. ഓക്കെ, എന്താണ്, വളരെ കുറവാണ്. സോ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷന് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലക്ട് ചെയ്തുണ്ട്. ഓക്കെ, ടെൻസ് ടു സീറോ അല്ല ശരിക്കും, അത് സ്മോളർ ആയതുകൊണ്ട് ആ ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ കാണിക്കുന്നില്ല. ഓക്കെ, പോയിന്റ് സംതിങ് വാല്യൂ അവിടെ വരത്തുള്ളൂ, അപ്രോക്സിമേറ്റ്ലി സീറോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ഡെൽറ്റ വി ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബി ഇൻറ്റു ആർ ബി എന്ന് മാത്രമായിട്ട് മാറുന്നു. ഡെൽറ്റ ഐ ബി ഇൻറ്റു ആർ ബി എന്ന് മാത്രമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് എന്തിന്റെ വാല്യൂ ആണ്, ഡെൽറ്റ ഐ ബി ഇൻറ്റു ആർ ബി, ഇറ്റ് ഈസ് ദ വാല്യൂ ഫോർ ദ ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് കറണ്ടിന്റെ വാല്യൂസ് നമ്മളിപ്പോൾ എഴുതിയത്, കാരണം ഇവിടെ ഒരു ചേഞ്ച് ഒന്നും ഇല്ല. ഓക്കെ, ചേഞ്ച് നമ്മളോട് അല്ലാതെ കാണിച്ചു. അപ്പോൾ ഇനി നമുക്ക് അവിടെ എ വിയുടെ വാല്യൂ എടുത്തൂടെ, തൊട്ട് മുൻപ് നമ്മൾ എഴുതിയിരുന്ന എ വിയുടെ വാല്യൂ, അതായത് ഗെയിൻ ഇപ്പോൾ എങ്ങനെ മാറും, നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നോട്ട് ചെയ്യാം. ഇതിനോട് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നോട്ട് ചെയ്യുന്നു. ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 3. ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ നോട്ട് ചെയ്തു. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് 2, 3 ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താണ്, ദാറ്റ് ഇസ് എ വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി സീറോ. ഡെൽറ്റ വി സീറോക്ക് ഇവിടെ ഉണ്ടാ വാല്യൂ, ഡെൽറ്റ വി സീറോയുടെ വാല്യൂ എന്താണ്, ദാറ്റ് ഇസ് ഡെൽറ്റ വി സീറോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ആർ സി, ഡെൽറ്റ ഐ സി ആർ സി ഡിവൈഡ് ബൈ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഡെൽറ്റ ഐ ബി ആർ ബി. ഓക്കെ, ഐ ബി ആർ ബി. ഓക്കെ, നമുക്കറിയാം
ഈ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്താണ്? ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി, that is the current amplification factor, okay, in the case of CE conjugation. So that is we are getting AV is equal to, okay, AV is equal to RC divided by RB, okay, RC divided by RB into beta, okay, gain in the value in the getting, that is we are getting gain as AV is equal to RC divided by RB into beta, okay, അതായത് നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ കേസിൽ ഈ ഒരു സർക്യൂട്ടിന്റെ ആംപ്ലിഫിക്കേഷൻ ആരൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അവിടുത്തെ ആർ സി കളക്ടർ റെസിസ്റ്റർ, ഓക്കെ, കളക്ടറിൽ നമ്മൾ റെസിസ്റ്റർ കൊടുക്കും, കളക്ടർ റെസിസ്റ്ററും അതുപോലെ തന്നെ പിന്നെ ആരാണ് അവിടുത്തെ ഇൻപുട്ട് കൊടുത്തിരുന്ന ബേസ് റെസിസ്റ്റർ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ടിന് അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഓക്കെ, ഔട്ട്പുട്ടിന്റെ എത്ര ഗെയിൻ വേണം എന്നവിടെ ആര് ഡിറ്റർമിൻ ചെയ്യും? ഇത് വെച്ച് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് നിർമ്മിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 2 ഗെയിൻ വരുന്നത്, ഓക്കെ, ഗെയിൻ പിന്നെ യൂണിറ്റ് ഒന്നുമില്ല, ഗെയിൻ യൂണിറ്റ് വരാത്ത ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് 2 ഗെയിൻ ഉള്ള ഒരു സർക്യൂട്ടിനെ ഡെസിബിളിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഓക്കെ, എ ബി നമുക്ക് ഡെസിബിളിലോട്ട് കൺവേർട്ട് ചെയ്യാം. നോർമലി ഞാൻ എന്തില്ല, അല്ലാതെ ഗെയിനിന് വാല്യൂസ് ഇല്ല, അതായത് യൂണിറ്റ്സ് ഇല്ല, വാല്യൂസ് അല്ല യൂണിറ്റ്സ് ഇല്ല, ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ 2 ഗെയിൻ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ലെവലുള്ള വാല്യൂ നമുക്ക് വേണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിസൈൻ ചെയ്താൽ മതി, ഓക്കെ. സർക്യൂട്ടിൽ അതനുസരിച്ചുള്ള റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യുക? അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗെയിൻ എന്ത് ചെയ്യും? ആ ഒരു ലെവലിൽ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, ഓക്കെ. ആ ലെവലിലെ ഗെയിൻ നമുക്ക് അവിടെ കിട്ടും, ഓക്കെ. അപ്പോൾ അതാണ് ആ ഒരു എ വിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അതിൽ വരുന്നത്, ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊരു ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് നമുക്കൊരു സർക്യൂട്ട് ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ വേറൊരു സി കോൺഫിഗറേഷൻ സർക്യൂട്ട് തന്നെയാണ്. നമ്മുടെ അതിൽ നമ്മുടെ റിയോസ്റ്റാറ്റും അതൊക്കെ മൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ഒരു ആംപ്ലിഫയർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഓക്കെ, എങ്ങനെയാണ് ഇത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം, ഓക്കെ. അതിൽ പിന്നെ കപ്പാസിറ്റേഴ്സ് കൂടി നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് ആയിട്ട് അതിൽ വരച്ചു നോക്കാം എങ്ങനെയാണെന്ന്. ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ ഇൻ സിഇ, ഓക്കെ, ഓക്കെ. നമ്മുടെ ട്രാൻസിസ്റ്റർ ആണ്, ഓക്കെ. ട്രാൻസിസ്റ്റർ ആദ്യം വരയ്ക്കുക, സർക്കിൾ പിന്നെ വരയ്ക്കാം കേട്ടോ. നമുക്ക് ട്രാൻസിസ്റ്റർ ആദ്യം ഡ്രോ ചെയ്തു. ഇനി ബാക്കി കണക്ഷൻസ് കൊടുക്കാം. നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷനാണ്, കളക്ടറിൽ നിന്ന് പോകുന്ന ഇതാണ് ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പോൾ ഔട്ട്പുട്ട് സെക്ഷനിൽ എന്തുണ്ടാവും? നമ്മളൊരു റെസിസ്റ്ററോടെ കണക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ. ആർ സി എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററിലൂടെ കണക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ. റെസിസ്റ്റർ കൊടുത്തു. ഇവിടെ പിന്നെ ഒരു വി സി സി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ, ഓക്കെ. വി സി സി എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണക്ട് ചെയ്യുന്നു, ഓക്കെ. ഓക്കെ, ഇത് ഇവിടെ പിന്നീട് ഒരു കപ്പാസിറ്റർ ഉണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞുതരാം എന്തിനാണ് കണക്ട് ചെയ്യുന്നത്, ഞാൻ വരച്ചതിന് ശേഷം അത് പറഞ്ഞുതരാം. ഇത് നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ ആ ഒരു ബേസ് റെസിസ്റ്റർ ആർ ബി എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ, ഓക്കെ, കണക്ഷനാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്യണം, ഓക്കെ. പവർ സപ്ലൈ നമ്മുടെ വി ബി ബി വോൾട്ടേജിനായിട്ട് എന്ത് ചെയ്യുക? ഒരു പവർ സപ്ലൈ അവിടെ കണക്ട് ചെയ്തേക്കാം, പവർ സപ്ലൈ, ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യണമല്ലോ. ഔട്ട്പുട്ട് നമ്മൾ ഇതിന് അക്രോസ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് നമ്മളവിടെ എടുക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്കൊരു ലീഡ് കൊടുത്തിരുന്നാൽ മതി. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്പീക്കർ വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് കാണിക്കാം, ഓക്കെ. സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് കാണിച്ചിരിക്കാം ഔട്ട്പുട്ട് എടുക്കാനായിട്ട്, ഓക്കെ, ഓക്കെ. ഇതോടെ ജോയിൻ ചെയ്യാം. എന്തായിരിക്കും? നമ്മുടെ ഐ ബി എന്ന് പറയുന്ന ബേസ് കറണ്ട് ആണ് ഇവിടെ വരുന്നത്, ഓക്കെ. ഐ ബി ഐ ഇ എന്ന് പറയുന്ന കളക്ട് ബേസ് അല്ല, നമ്മുടെ എമിറ്റർ കറണ്ട്. നമുക്കപ്പോൾ അത് മാർക്ക് ചെയ്യാം. ഇത് ഐ ഇ ആണ്, ഐ ഇ. ഇവിടെ കൂടി പോകുന്ന കറണ്ട് എന്താണ്? അത് ബേസ് കറണ്ട് ആണ്, ഐ ബി എന്ന് പറയുന്ന കറണ്ട് ആണ്, ഓക്കെ, ഐ ബി. ദെൻ ഇത് നമ്മുടെ ആർ ബി എന്ന് പറയുന്ന നമ്മുടെ എന്താണ്? ബേസ് റെസിസ്റ്റർ ആണ്, ആർ ബി. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആർ സി എന്ന് പറയുന്ന കളക്ടർ റെസിസ്റ്റർ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്? ഇവിടെ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ ഇത് കാണിച്ചു, നമുക്കിവിടെ വി സീറോ എന്ന് നോട്ട് ചെയ്താലും മതി, ഓക്കെ. വി സീറോ കാണിച്ചാൽ മതിയാവും. പിന്നെ ഇവിടെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു, ഇൻപുട്ട് ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ല, നമ്മുടെ ആ ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുന്നു, ഓക്കെ. വി ഐ മീൻസ് ഇൻപുട്ട് സിഗ്നൽ ആണ്.
ഓക്കെ. പിന്നെ ഇതില് നോക്കിയപ്പോൾ നമ്മൾ 2 കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് C1 എന്നും ഇതിന് C2 എന്നും കൊടുക്കുവാണ്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ ആ C1 ഉം C2 ഉം കൊടുക്കുന്നത് നമ്മളതിനെ പറയുന്ന കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. അത് യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് പ്യുവർലി AC കമ്പോണൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ. ഒരു ആംപ്ലിഫയറിൽ കൂടി വിടുന്ന എപ്പോഴും ഒരു AC കമ്പോണന്റ് ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ വോയിസ് ആയാലും ഒരു ടോൺ ആയാലും എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട് AC സിഗ്നൽസ് ആണ്. അപ്പോൾ അങ്ങനെ AC സിഗ്നൽസ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ അതിൽ DC കമ്പോണൻറ്റ്സ് ഒന്നും കയറി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ ഈ ഒരു കപ്പാസിറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് സെക്ഷനിലായാലും ഔട്ട്പുട്ട് സെക്ഷനിലായാലും നമുക്ക് എന്ത് ചെയ്യില്ല അവിടെ DC വോൾട്ടേജസ് അതിൽ ഇൻപുട്ടായിട്ട് വരാൻ പാടില്ല. അപ്പോൾ DC വോൾട്ടേജ് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതവിടെ എന്ത് ചെയ്യും DC വോൾട്ടേജസിനെ ബ്ലോക്ക് ചെയ്യും. ACനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവിടെ പാസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയർ സർക്യൂട്ട് നമ്മളവിടെ നിർമ്മിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എമിറ്റർ ബേസ് കളക്ടറും കണക്ട് ചെയ്തിരിക്കുന്നതും അതെല്ലാം എന്ത് ചെയ്യുക അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ നേരത്തെ C കോൺട്രിഗേഷനിൽ പഠിച്ചില്ലേ അതേ കാര്യം തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോന്നും എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുക. ഓക്കെ. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള എന്താ ഒരു സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം ശ്രദ്ധിച്ച് നോക്കി 2 വോൾട്ടേജ് സോഴ്സ് വേണം. കണ്ടോ? ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഒരു ആംപ്ലിഫയർ ഒക്കെ നിർമ്മിക്കുമ്പോൾ 2 വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഓക്കെ. എന്താണ് ഒരു വോൾട്ടേജ് സോഴ്സ് അതായത് ഒരു ആംപ്ലിഫയർ നിർമ്മിക്കുന്ന സമയത്ത് 2 വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിവിടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതില് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടുവരും. ഓക്കെ. ബയാസിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വഴി അല്ലെങ്കിൽ നമുക്ക് അതിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വഴി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇതിന്റെ വി ഹാവ് ടു ചേഞ്ച് ഇതിൽ ഈ 2 കമ്പോണൻസ് 2 വോൾട്ടേജ് സോഴ്സസ് യൂസ് ചെയ്യണമെന്ന ആ ഒരു ടെക്നിക് നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് അതിനെ മാറ്റിയിട്ട് ഈ സർക്യൂട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യും. ഓക്കെ. ഇതാണ് നമ്മൾ ഇതിപ്പോൾ നോർമലി നമ്മുടെ തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണിത്. നമുക്ക് ചെയ്തു നോക്കാം. ബട്ട് 2 വോൾട്ടേജ് സോഴ്സ് അവിടെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന സർക്യൂട്ടിൽ എന്ത് ചെയ്താൽ മതി ഒരു വോൾട്ടേജ് സോഴ്സ് നമുക്ക് അവിടെ കൊടുത്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് സിംഗിൾ വോൾട്ടേജ് സോഴ്സ് വെച്ച് ഈ ഒരു സർക്യൂട്ട് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അതിലുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ. ഓക്കെ. നമുക്ക് വരയ്ക്കാം. ഇതിന്റെ കൂടെ തന്നെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫർ വരയ്ക്കുന്നു. ഓക്കെ. ബേസ് അതുപോലെ തന്നെ കൊടുക്കാം. ഓക്കെ. ബേസിൽ നമുക്കൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. ഇൻപുട്ട് കപ്പാസിറ്റർ. ഓക്കെ. ബേസിൽ റെസിസ്റ്റർ വേണ്ട കേട്ടോ. ഇപ്പോൾ റെസിസ്റ്റർ വേണ്ട. നമ്മളിവിടെ ഇൻപുട്ട് സെക്ഷൻ ഇവിടെ കൊടുക്കാൻ വേണ്ടിയുള്ള ലീഡ് ഇട്ടേക്കാം. ബാക്കി സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു എമിറ്റർ റെസിസ്റ്റർ വരുന്നുണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നു ഒരു എമിറ്റർ റെസിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇതൊരു എമിറ്റർ റെസിസ്റ്റർ ആണ്. ഓക്കെ. RE നമുക്ക് കൊടുക്കാം. അത് പേര് കൊടുക്കാം. ഇവിടെ ഒരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്യുക. അത് എമിറ്റർ കപ്പാസിറ്റർ. ഓക്കെ. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഒരു R1 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ്. പിന്നീട് ഇവിടെ നമ്മൾ ബേസ് റെസിസ്റ്ററിന് പകരം കൊടുക്കുന്നത് ഒരു R2 എന്ന് പറയുന്ന മറ്റൊരു റെസിസ്റ്റർ ആണ്. ഓക്കെ. R2 റെസിസ്റ്റർ എന്ത് ചെയ്യുന്നു ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഇത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഇതിൽ എന്ത് ചെയ്യണം ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഇവിടെ അടുത്തൊരു കപ്പാസിറ്റർ പിന്നെ ഔട്ട്പുട്ട് നമുക്ക് ഒന്നുകിൽ ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ട് കാണിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും റെസിസ്റ്റർ ക്രോസ് ആയിട്ട് ഓക്കെ RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റർ ക്രോസ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നത് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇനി പോസിറ്റീവ് പ്ലസ് VCC കൊടുക്കേണ്ടത്. ഓക്കെ. പ്ലസ് VCC എവിടെ അപ്ലൈ ചെയ്യും ഇവിടെ അപ്ലൈ ചെയ്യും. നെഗറ്റീവ് ബാറ്ററി നെഗറ്റീവ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഒരു പൊട്ടൻഷ്യൽ ഇതിനെ പറഞ്ഞ പേര് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് എന്നാണ്. ഈ ബയാസിംഗ് സ്റ്റേജ് വിളിക്കുന്ന പേര് എന്താണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ്. ഓക്കെ. പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. എങ്ങനെയാണ് നമുക്ക് ഏത് രീതിയിൽ അതിനെ കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വോൾട്ടേജ് സോഴ്സ് ആക്കി മാറ്റാം എന്നാണ് എന്ത് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് അവിടെ നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന R1 എന്നും R2 എന്ന് പറയുന്ന 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഇരിക്കുന്നതിനാണ് R1 എന്നും ഇത് R1 റെസിസ്റ്റർ ആണ്. ഇത് R2 റെസിസ്റ്റർ ആണ്. ഓക്കെ. ഇതെന്താണ് ഇവിടുത്തെ RC റെസിസ്റ്റർ ആണ്. ഇതിവിടുത്തെ RE എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. ഇതിവിടുത്തെ എമിറ്റർ കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ. നമ്മളതിനെ C2 എന്ന് വിളിക്കുന്നു. C2. ഓക്കെ. ഇത് രണ്ട് C1 ഇൻപുട്ടും ഔട്ട്പുട്ട് സെക്ഷനിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ വരച്ചിട്ടയിൽ നമുക്ക് ആ ഒരു സെക്കൻഡും
ഫസ്റ്റും റെസിസ്റ്റേഴ്സ് R1 ഉം R2 ഉം റെസിസ്റ്റേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് എന്നറിയപ്പെടും. കാരണം അതാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 റീജിയൻസിലോട്ടും ആവശ്യമായിട്ടുള്ള പവർ അവിടെ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ 2 വോൾട്ടേജ് സോഴ്സ് യൂസ് ചെയ്തു. ഇവിടെ 2 സൈഡിൽ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, പക്ഷേ ഇതിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒറ്റ വോൾട്ടേജ് സോഴ്സ് കൊണ്ട് തന്നെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പവർ ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റും. ഓക്കെ, നമ്മൾ ആ ബയാസിങ്ങിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിൽ പഠിക്കും, എങ്ങനെയാണ് ഈ ഒരു ബയാസിങ് സ്റ്റേജ് നമ്മൾ അതിൽ കൊണ്ടുവരുന്നതെന്ന്. ഓക്കെ, എങ്ങനെയാണ് നമുക്കിതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓക്കെ അല്ലേ, ഈ സർക്യൂട്ട് ഇപ്പോൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ആ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് എടുത്തത്, ആംപ്ലിഫയറിൻ്റെ സി കോൺഫിഗറേഷൻ. ഈ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സി കോൺഫിഗറേഷനിൽ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫയർ ആയിട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു ഇക്വേഷൻസും അതുകൂടി ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്ക്. നമുക്ക് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നെക്സ്റ്റ് സെക്ഷനിലൂടെ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.